ബിലാസ്പൂർ NIA കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എന്നുള്ളതാണ്. അജീഷ് ജയകുമാർ തത്സമയം വിവരങ്ങളുമായി. അജീഷ്, എന്താണ് വിശദാംശങ്ങൾ? NIA ബിലാസ്പൂരിലുള്ള NIA കോടതിയിൽ, സെഷൻസ് കോടതിയിൽ, സ്പെഷ്യൽ കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും പുതിയ വിവരം അതാണ്. ബിലാസ്പൂരിലാണ് NIA കോടതിയുള്ളത്. നേരത്തെ തന്നെ ഈ പ്രതിനിധികൾ, സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ബിലാസ്പൂരിലേക്ക് തിരിച്ചുവെന്ന് പറഞ്ഞിരുന്നു. അവരിപ്പോൾ ഈ ജാമ്യാപേക്ഷ NIA കോടതിയിൽ തന്നെ നൽകിയിരുന്നു. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ NIA കോടതിയിൽ ഇന്നും നാളെയും കോടതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NIA കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഒരുപക്ഷെ NIA കോടതി ഈ പോലീസിന്റെ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത്, അതായത് ഈ കേസ് എടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കേസ് തിയറി അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ NIA കോടതിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പ്രതിനിധികൾ പോയിട്ടുണ്ട്. എന്താണ് ഈ കോടതി കേസ് പരിഗണിക്കുമോ, അതായത് സ്വീകരിക്കുമോ തള്ളുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയ്ക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജാമ്യാപേക്ഷ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ തന്നെ ഈ BJPയുടെ അമിത്ഷായുടെ അടക്കം നിർദ്ദേശത്തെ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കാരണം പോലീസിന്റെ റിപ്പോർട്ട് തേടുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ബിലാസ്പൂർ, ഈ കേസ് എടുത്തിട്ടുള്ള ഈ ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് ഏതാണ്ട് 100-ലധികം കിലോമീറ്റർ ഉണ്ട്. ഏതാണ്ട് 2-3 മണിക്കൂർ യാത്ര ചെയ്ത് വേണം പോകാൻ. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് അല്ലെ ഈ കോടതി, NIA കേസ് എടുക്കാത്തത് കൊണ്ട് തന്നെ പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് എത്തിച്ചു നൽകാനുള്ള സൗകര്യം അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് സഭാ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും 2 പ്രതിനിധികൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ കോടതി നടപടികൾ വീക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഈ കേസ്, അതായത് ജാമ്യാപേക്ഷ നൽകി ഇതിന് ഈ കോടതി പരിഗണിക്കും. എന്താകും പരിഗണന, കോടതി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതായത് നേരത്തെ തന്നെ ചില നിയമോപദേശങ്ങൾ കിട്ടിയിരുന്നു. കാരണം NIA കേസ് എടുക്കാത്തത് കൊണ്ട് തന്നെ NIA കോടതിയുടെ പരിധിയിൽ ഈ കേസ് നിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ചില നിയമോപദേശങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുന്നതിന് തൊട്ട് മുൻപായിട്ട് NIA കോടതിയിൽ, സെഷൻസ് കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ടത് കൊണ്ട് NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാം, അങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല എന്ന് ഒരു തീരുമാനത്തിലെത്തിയതിന് പിന്നാലെയാണ് NIA കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത്. ബിലാസ്പൂരിലാണ് ഈ NIA കോടതിയുള്ളത്. സഭയുടെ പ്രതിനിധികളടക്കമുള്ളവർ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ കോടതി നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. കോടതി എന്താകും സ്വീകരിക്കുന്ന, എന്ത് നടപടിയായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് ഗുരുതരമായ കുറ്റങ്ങളൊക്കെയാണ്. മനുഷ്യക്കടത്തുണ്ട്, കൂടാതെ മതപരിവർത്തനമൊക്കെയുണ്ട്. അപ്പോൾ ഇതിൽ NIA കോടതി ഒരു ഇടപെടൽ നടത്തുമോ എന്ന് നമുക്കറിയില്ല. നേരത്തെ അജീഷ് പറഞ്ഞതുപോലെ NIA ഈ വിഷയത്തിൽ കേസ് എടുക്കാത്തതുണ്ട്. പക്ഷേ NIA കോടതി ഇന്ന് എന്ത് പറയുമെന്നുള്ളതിൻ്റെ തുടർ നീക്കങ്ങളിൽ നിർണായകമാകുമല്ലോ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സെഷൻസ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ പ്രോസിക്യൂഷനാണ് വാദിച്ചതൊപ്പം ബജ്രംഗദളിന്റെ അഭിഭാഷകനും വാദിച്ചിരുന്നു. BNS 143 മനുഷ്യക്കടത്ത് എന്നുള്ളൊരു വകുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് 2008-ലെ NIA ആക്ടിലെ ഷെഡ്യൂൾഡ് സെക്ഷനിൽ പെടുന്ന വകുപ്പാണ്. അതുകൊണ്ട് ഇത് NIA കോടതിക്ക് മാത്രമേ പരിഗണിക്കാനാകൂ എന്നൊരു വാദമായിരുന്നു പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ബജ്രംഗദളിന്റെ അഭിഭാഷകനും സെഷൻസ് കോടതിയിൽ ഉന്നയിച്ചത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ജാമ്യ ഹർജി സെഷൻസ് കോടതി തള്ളിയത്. അതിനുശേഷമാണ് ഈ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതിനുശേഷം അമിത്ഷാ അടക്കമുള്ളവരെ കണ്ടിരുന്നു. അമിത്ഷാ അടക്കം പറഞ്ഞത് NIA ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, NIA കേസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് സെഷൻസ് കോടതിയുടെ തീരുമാനം തെറ്റ് എന്നുള്ള രീതിയിലാണ് അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MP-മാരോട് പറഞ്ഞത്. ചില നിയമ വിദഗ്ധരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സെഷൻസ് കോടതി എടുത്ത തീരുമാനം തെറ്റാണെന്നാണ്. കാരണം ഈ സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ തീരുമാനം തെറ്റ് എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഒരു ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ NIA കോടതിയെ തന്നെ ആദ്യം സമീപിക്കുക എന്നതിലേക്ക് കടന്നിരിക്കുന്നു കന്യാസ്ത്രീകളുടെ അഭിഭാഷകർ. ജാമ്യാപേക്ഷ നൽകിയത് NIA കോടതിയിൽ പരിഗണിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.